ഹലോ ഗൈസ്, അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഡേറ്റിംഗ് ടെസ്റ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, അത് ചെയ്ത കുട്ടിയുടെ ക്രിയേറ്റീവ് ലിബർട്ടിയെ ഞാൻ ഒരിക്കലും വിമർശിക്കുകയോ അതിൽ കൈ കടത്തുകയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വ്യക്തിപരമായി ഞാൻ ഡേറ്റിങ്ങിനോ അല്ലെങ്കിൽ ലിവിങ് റിലേഷൻഷിപ്പുകൾക്കോ ഒന്നും എതിരല്ല. നല്ല ആശയങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഏത് ഭാഗത്തു നിന്ന് വന്നാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. ഡേറ്റിങ്ങും ലിവിങ് റിലേഷൻഷിപ്പുകളും ഒക്കെ ഒരു വ്യക്തിയുടെ സ്വകാര്യതയായി കണ്ട് ഞാൻ ബഹുമാനിക്കുന്നു. എന്നാൽ അവനവന്റെ പ്രൈവസിക്ക് മുകളിൽ വൈറലാവാനോ പെട്ടെന്ന് പോപ്പുലർ ആവാനോ ഉള്ള ആ ഒരു ആഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ സമൂഹം ചോദ്യം ചെയ്യുമ്പോൾ ഉടനെ ഇരവാദവും ഉന്നയിച്ച് മുന്നോട്ട് വരുന്നതിനെ ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്യില്ല. ഒരു വ്യൂവർ എന്ന നിലയിൽ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് ചിന്തകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഞാനൊരു സിംഗിൾ ആയതുകൊണ്ട് തന്നെ കപ്പിൾ വീഡിയോസ് ഒക്കെ കാണുമ്പം ചെറുതല്ലാത്ത ഒരു അസൂയ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ അസൂയയോ ആസ്വാദനമോ അല്ല എനിക്ക് തോന്നിയത്. നേരെ മറിച്ച് ഇറിറ്റബിലിറ്റിയും ഒരു വല്ലാത്ത അസ്വസ്ഥതയുമാണ് തോന്നിയത്. പുതിയ തലമുറ സ്നേഹത്തെയും ബന്ധങ്ങളെയും ഒക്കെ വിലയിടുന്നതും ഇങ്ങനെയാണോ എന്നുള്ള ഒരു അന്താളിപ്പാണ് തോന്നിയത്. വുമൺ എംപവർമെന്റ് സമൂഹത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമായി നിൽക്കുമ്പോൾ തന്നെ ആദ്യമായി കാണുന്ന ഒരു വ്യക്തി, അതിനി ഭാവിയിലെ ഫ്രണ്ടോ പങ്കാളിയോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അങ്ങനെ ആവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ എത്രത്തോളം ഫിനാൻഷ്യലി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഓരോ ടെസ്റ്റുകളും ആ കുട്ടി എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന അനവധി സ്ത്രീകളും പെൺകുട്ടികളും ഈ സമൂഹത്തിലുണ്ട്. അവരെയെല്ലാം അപമാനിക്കുക മാത്രമല്ല, അവർക്ക് മുന്നോട്ട് വരാനുള്ള ആ കോൺഫിഡൻസിനെ നോക്കി കൊഞ്ഞനം കുത്തുക കൂടിയാണ് ഇങ്ങനെയുള്ള വീഡിയോസ്. ഇത് ട്രെൻഡിങ് ആയത് തന്നെ അതിലെ നെഗറ്റിവിറ്റി കൊണ്ടാണ്, അല്ലാതെ ക്യൂട്ട്നെസ് വാരി വിതറി ഫാൻസിനെ ഒപ്പിക്കാനുള്ള ഒരു ഉദ്യമമായി തോന്നിയില്ല. ഇനി ആ പെൺകുട്ടി മറ്റു പലരെയും കണ്ടുപഠിച്ച് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ പെട്ടെന്ന് വൈറലാവുക എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണോ ചിന്തിച്ചതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ജെൻസി ജനറേഷൻ ഇത്ര സെൻസ്ലെസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദ വുമൻ ഹു കോൺഫിഡന്റ്ലി കം ഫോർവേഡ് ആൻഡ് ഫൈറ്റ് ഫോർ ദെയർ സ്പേസ് ഇൻ ദിസ് മെയിൽ ഡോമിനന്റ് സൊസൈറ്റി, I do register my strong protest against such silly attempts to grab fast popularity and celebrityhood in cyberspace. ഒരു പക്ഷേ ആ കുട്ടിയുടെ അറിവില്ലായ്മയോ ഇന്നസെൻസോ ഇമ്മെച്യൂരിറ്റിയോ ആവാം. ബട്ട് അത് സമൂഹത്തിന് പാസ് ചെയ്യുന്ന മെസ്സേജിലെ ട്രോമ എല്ലാ സ്ത്രീകളെയും ഒരേപോലെ ബാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ചീപ്പ് പബ്ലിസിറ്റികൾക്ക് പോകാതെ ആ കുട്ടി അവളുടെ തെറ്റ് തിരുത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഐ എം നോട്ട് ട്രൈങ് ടു വിക്ടിമൈസ് യു, റാദർ ഇറ്റ്സ് ജസ്റ്റ് എ റിക്വസ്റ്റ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സീ യു.